ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് സന്തോഷം കൂടുതലുള്ളൊരു സൺഡേ ആണേ. മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാനും അമ്മയും കൂടെ രാവിലെ നടക്കാൻ പോകും. ഇന്നങ്ങനെ പോയ വഴിക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു കുഞ്ഞൻ സുന്ദരനെ കിട്ടി കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞൻ പൈനാപ്പിളാണ്. ഇതൊരു ഓർണമെൻ്റൽ പൈനാപ്പിളാണ്. പിന്നെ കുറച്ച് ലക്കി ബാമ്പുൻ്റെ ചെറിയ തൈകളും കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ലക്കി ബാമ്പു എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇതിങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു ഭംഗി. പിന്നെ മോർണിംഗ് ഗ്ലോറീൻ്റെ കുറച്ച് തണ്ടും കിട്ടി. ഇത് ഇത്രയും റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാനിതിന് പോട്ടിംഗ് മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ പോട്ടിംഗ് മിക്സ് തന്നെയാണ്. എനിക്ക് പൈനാപ്പിളിൻ്റെത് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ നോർമൽ പോട്ടിംഗ് മിക്സ് വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. മണ്ണും മണലില്ലാത്തത് കൊണ്ട് സാൻഡിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഉണങ്ങിയ ആട്ടുംപുഴുക്കയാണ് ഇട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ വേണ്ടാത്ത ലീവ്സൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പം ഇത് നമുക്ക് രണ്ടായിട്ട് നടാൻ പറ്റും, കാരണം അടിയിലോട്ട് വേറെ കുറച്ച് വേര് പിടിച്ച ഭാഗം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാനതങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടിപ്പം രണ്ടായിട്ടാണ് നടുന്നത്. രണ്ടും സെയിം ചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിടിച്ച് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പിടിച്ച് കിട്ടട്ടെ. എന്തെന്നറിയില്ല, ഭയങ്കര സന്തോഷം. ഞാനിത് ഇടയ്ക്ക് ഏതോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നേ, ഈ കുഞ്ഞൻ പൈനാപ്പിൾ ഇങ്ങനെ ഭയങ്കര സുന്ദരനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. പൊതുവെ എനിക്ക് പ്ലാന്റ്സ് വാങ്ങി വെക്കുന്നതിൽ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലാന്റ്സ് കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് നടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓസിന് കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല, അത് അവർ വേണ്ടാതെ എടുത്ത് കളയുന്നതല്ലേ. അപ്പം നമ്മളത് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ട് അതിങ്ങനെ കിളിർച്ച് വരുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ക്യാബേജ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ആ കട്ടി കൂടിയ ഭാഗം അടുത്ത പറമ്പിൽ കളഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കാണാൻ അത് കിളിർത്തിരിക്കുന്നു. എന്നാൽ പിന്നെ അത് മണ്ണിലോട്ട് കുഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. കിളിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.